അതിനുള്ള ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത് മൊത്തം കുർത്തീസിന് 2 പീസ് ഉണ്ട്, 3 പീസ് ഉണ്ട്, അങ്ങനെ മിക്സ് ആയിട്ട് എല്ലാം കൂടി എന്ന് വെച്ചാൽ എത്നിക് വെയർ കളക്ഷൻസ് ആണ് ഈ പ്രാവശ്യം നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചിലതൊക്കെ നല്ലതാണ്, ചിലതൊക്കെ പൊട്ടയാണ്. അപ്പോൾ നമ്മളത് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ. അപ്പോൾ ആ റിവ്യൂ കേൾക്കണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് ഇരുന്ന് കേട്ടേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വെച്ച് തുടങ്ങിയാലോ നമുക്ക്. 3 പീസിൻ്റെ ഒരു അനാർക്കലി സ്റ്റൈലിലുള്ള ഡ്രസ്സാണ്. ഡ്രസ്സ് ആക്ച്വലി കുർത്തി സെറ്റാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോർഷൻ നോക്കുകയാണെങ്കിൽ ആലിയ കട്ട് ആ ഒരു സ്റ്റൈലിലാണ് വരുന്നത്. പിന്നെ ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ തോന്നില്ല. നമ്മളെന്തായാലും മേടിച്ച സ്ഥിതിക്ക് നിങ്ങളുടെ അടുത്തേക്കൊന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഫോട്ടോയിൽ ആമസോൺ സൈറ്റിൽ കയറിയിട്ട് ആ ഫോട്ടോ കണ്ടിട്ടാണല്ലോ നമ്മൾ ഓരോന്ന് പർച്ചേസ് ചെയ്യുന്നത്. പക്ഷേ ആ ഫോട്ടോയിൽ കണ്ട ലുക്കല്ല, ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. സാധാരണ ഇപ്പോൾ ഈ സൈഡിലത്തെ ഡിസൈൻ ആണെങ്കിൽ അത് നടുക്കിലായിട്ട് വന്നിട്ട് 2 സൈഡിലും വൈറ്റ് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലുക്ക് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തില്ല. അതിനേക്കാളും എന്ന് വെച്ചാൽ നമ്മൾ 800 രൂപ എന്ന് വെച്ചാൽ 799 റുപ്പീസിനാണ് ഞാനിത് മേടിച്ചത്. ആ 799 അതിനുള്ള ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. ഒരു പോളിസ്റ്റർ മിക്സ്, പക്ഷെ അവർ പറഞ്ഞത് റയോൺ ബ്ലെൻഡഡ് ആ ഒരു മെറ്റീരിയലാണ്. ദുപ്പട്ട ആയാലും അങ്ങനെ തന്നെയാണ്, ലെങ്ത്ത് കുറവാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വൈസ് നോക്കുമ്പോൾ അതും അത്ര അങ്ങോട്ട് പെർഫെക്റ്റ്. പിന്നെ ദുപ്പട്ട പിന്നെ പോട്ടെ, ദുപ്പട്ട എന്ത് മെറ്റീരിയലും ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ ആ ടോപ്പിൻ്റെ ലുക്ക് അതൊന്നും പെർഫെക്റ്റ് ആയിട്ട് കിട്ടണ്ടേ. സംഭവം വൈറ്റ് ആൻഡ് ബ്ലാക്ക് കണ്ടപ്പോൾ അങ്ങനെ പിക്ക് ചെയ്തതാണ്. പിക്ചറിൽ കാണുമ്പോൾ ഭയങ്കര നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിൽ തന്നെ അവർക്ക് 3 ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ ഒരു ലിങ്കിൽ കയറി കഴിഞ്ഞാൽ 3 ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കണ്ടപ്പോൾ ഞാൻ പിക്ക് ചെയ്തത്. പക്ഷേ ഞാൻ എന്തായാലും ഇത് റിട്ടേൺ കൊടുക്കും. ഇതെനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഒരു ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സൈസ്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു റേറ്റിന് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കാം. പക്ഷേ പോളിസ്റ്റർ മെറ്റീരിയൽ ആണ് കേട്ടോ, റയോൺ അല്ല. റയോണാണ് ശരിക്കും ഡിസ്ക്രിപ്ഷനിൽ അവർ കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽ. അപ്പോൾ അടുത്തേക്ക് കിടക്കാം. ഇൻഡോ ഇറ ബ്രാൻഡിൻ്റെ 2 പീസിൻ്റെ നല്ല പ്രിറ്റി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡിൽ വരുന്ന കളക്ഷനാണ്. ഇനി ഇതിൻ്റെ ടോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് പോർഷനിൽ ഒരു പിൻടെക്സ് ഡിസൈൻ വിത്ത് ലേസിൻ്റെ ബോർഡർ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സ്ലീവാണ് അടിപൊളി. സ്ലീവ് എന്ന് പറയുമ്പോൾ ഒരു സെമി സ്റ്റൈലിലുള്ള ഒരു സ്ലീവ്. അതിൻ്റെ ഈ ഒരു പോർഷനിൽ ഇവിടെ എംബ്രോയ്ഡറി സീക്വൻസ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇട്ട ലോഹ പോലെ ഉണ്ടല്ലേ. ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സൈസ് ലാർജ് തന്നെയാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യാറ്. പക്ഷേ ഇത് കുറച്ച് ലൂസാണ്, ഷോൾഡർ ഡൗട്ടിങ് കുറച്ച് ഇറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മേടിക്കുകയാണെങ്കിൽ ഒരു സൈസ് കുറവ് മേടിച്ചാൽ മതി. സാധാരണ ഇൻഡോ ഏരിയയിൽ ലാർജ് എപ്പോഴും പെർഫെക്റ്റ് ആവാറുണ്ട്, പക്ഷേ ഈ പ്രാവശ്യം എന്താ പറ്റിയെന്ന് അറിയില്ല. പക്ഷേ മീഡിയം മേടിച്ചാൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ. ലാർജ് സൈസ് ഉപയോഗിക്കുന്നവർക്ക് അപ്പം നിങ്ങൾക്ക് സന്തോഷിക്കാം. ഞാൻ ലാർജ് സൈസ് വെയർ ചെയ്യണത്, അല്ലെങ്കിൽ നമ്മളൊക്കെ വെയർ ചെയ്യുന്ന ലാർജ് സൈസ് ഇപ്പോൾ മീഡിയത്തിലേക്ക് കടന്നു എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇനി 2 പീസ് ആണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂടെ ഓഫ്കോഴ്സ് പാൻറ്റും ഉണ്ട്. പാൻറ്റ് മീൻസ് ഒരു പലാസോ ഒന്നും പറയാൻ പറ്റില്ല, നോർമലായിട്ടുള്ള ഒരു പാൻറ്റ്, 1 സൈഡ് പോക്കറ്റ്. ഇനി ഇതിൻ്റെ മെറ്റീരിയൽ അറിയണ്ട. മെറ്റീരിയൽ സിൽക്ക് ബ്ലെൻഡ് മെറ്റീരിയൽ, എന്നാൽ പ്യുവർ സിൽക്ക് ഒന്നും പറയാൻ പറ്റില്ല, അതിനുള്ള റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഒരു 999 ആ ഒരു റേഞ്ചിൽ നല്ല പ്രിറ്റി ആയിട്ടുള്ള 2 പീസിൻ്റെ ഒരു കളക്ഷനാണ് വരുന്നത് കേട്ടോ. ഇതിൽ തന്നെ 2 ഷെയ്ഡ് വരുന്നുണ്ട്, പക്ഷെ അതിൽ കുറച്ച് ഡിഫറെൻറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ. ഇതാകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇനി അതെന്തായാലും എക്സ്ചേഞ്ച് ചെയ്തിട്ട് അത് മീഡിയത്തിലേക്ക് മേടിക്കും. അപ്പോൾ ഓവറോൾ പെർഫെക്റ്റ് റെക്കമെൻഡ് പീസാണ്. 3 പീസിൻ്റെ അടിപൊളി ഒരു കുർത്തി സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് വെച്ചിട്ട് തന്നെ തുടങ്ങാം നമുക്ക്. ടോപ്പ് പോർഷൻ എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി യോക്കിൽ വർക്ക് എന്ന് വെച്ചാൽ മതി, നിസ്സാര സിമ്പിളായിട്ട് മതി. അതിൽ തന്നെ നല്ല ലുക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു നെക്ക് ലൈൻ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ സൂപ്പർ. ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ഒരു കളക്ഷനാണ്. ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ഒരു നെക്ക് പോർഷനാണ് വരുന്നത്. പിന്നെ ഓഫ്കോഴ്സ് ആലിയ കട്ട് എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ പറയാം ഈ ഒരു സ്റ്റൈലിന്. പിന്നെ ഇത് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു എ ലൈനാണ്, ചെറുതായിട്ട് ഫ്രില്ലിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ വൈസ് നോക്കുമ്പോൾ റയോൺ ബ്ലെൻഡഡ് മെറ്റീരിയലാണ്. പക്ഷേ റയോണിൽ തന്നെ 3-4 ക്വാളിറ്റി വരുന്നത്. അതിലത്തെ കുറച്ച് ഏറ്റവും ടോപ്പും അല്ല ഏറ്റവും ലോ അല്ല, മീഡിയത്തിൽ നിൽക്കുന്ന ഒരു റയോൺ. പക്ഷെ എന്നാൽ കംഫർട്ടബിൾ ആണ് കേട്ടോ. ഫീൽ ചെയ്യുന്ന ഒരു കംഫർട്ടബിൾ ഫീലിംഗ് നമുക്ക് തരുന്നുണ്ട്. പിന്നെ 3/4 ആണ് സ്ലീവ്. സ്ലീവിൻ്റെ എൻഡ് പോർഷനിലും ഇതുപോലെ തന്നെ ഫോയിൽ മിററുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതേ സെയിം മിറർ തന്നെയാണ് കേട്ടോ നെക്ക് പോർഷനിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന പാൻറ്റ് നോക്കുകയാണെങ്കിൽ വൈറ്റ് ആണ്. ഇതിപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും നമുക്ക് ഡ്രസ്സിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷൻ, ഒരു പാൻറ്റാണ് വരുന്നത്. അടിയിൽ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു കളക്ഷൻ. പിന്നെ ഇതിൻ്റെ ദുപ്പട്ടയും ഇതുപോലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട. മൽമൽ കോട്ടണിനേക്കാളും ഭയങ്കര സോഫ്റ്റ് എന്നൊക്കെ പറയില്ലേ. എനിക്ക് ആക്ച്വലി ഇതിൻ്റെ പ്രിൻറ്റ് ഇഷ്ടമായിട്ടാണ്. പ്രിൻറ്റ് നമ്മൾ ഇക്കത്ത് സ്റ്റൈലിലുള്ള പ്രിൻറ്റ്, ഇക്കത്തിൻ്റെ പ്രിൻറ്റാണ് വന്നിരിക്കുന്നത്.
കളർ വൈസ് ജസ്റ്റ് സൂപ്പർ കേട്ടോ. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു റെക്കമെൻഡ് പീസാണ്. ഫിറ്റിംഗ് വൈസ് നോക്കുമ്പോഴും പെർഫെക്റ്റ് ആണ്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജ് ആണ് കേട്ടോ. ലാർജ് പെർഫെക്റ്റ് ആണ്. റയോൺ ബ്ലെൻഡഡ് മെറ്റീരിയൽ വിത്ത് 3 പീസ് കളക്ഷൻ. വാമസി ബ്രാൻഡിൻ്റെ 3 പീസിൻ്റെ കുർത്തി സെറ്റാണ്. നമുക്ക് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷനാണ് ഇത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ പ്രിൻ്റ് ആണ്. റയോൺ മെറ്റീരിയൽ, റയോൺ ബ്ലെൻഡഡ് ആണ്. പക്ക റയോൺ അല്ല, പ്യുവർ റയോൺ അല്ല, റയോൺ ബ്ലെൻഡഡ് മെറ്റീരിയൽ. അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള റേറ്റ് തന്നെ ഉള്ളൂ ഈ ഒരു 3 പീസിൻ്റെ കളക്ഷൻ. ഇനി ടോപ്പിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്ട്രേറ്റ് കുർത്തിയാണ് വരുന്നത്. നെക്കിൻ്റെ പോർഷനിൽ ചെറുതായിട്ട് ഒരു പാച്ച് വർക്ക്, അത് അങ്ങനെ പ്രത്യേകിച്ച് അറിയൊന്നുമില്ല, സെയിം ആ ഒരു ഇതിൽ തന്നെ. പിന്നെ സ്ലീവ് നോക്കുകയാണെങ്കിൽ 3/4 സ്ലീവിലും പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ എന്തായാലും വെയർ ചെയ്യാനായിട്ട് നല്ല സുഖമാണ്, കംഫർട്ടബിൾ ആണ്. റയോൺ ബ്ലെൻഡഡ് ആയാലും കംഫർട്ടബിളിൻ്റെ കാര്യത്തിന് ഒരു കുറവുമില്ല. അപ്പോൾ ഈ ഒരു പ്രിൻറ്റ് തന്നെയാണ് ഓവറോൾ വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാൻറ് ആണെങ്കിൽ ഒരു സിഗ്സാക്ട് ടൈപ്പ് ആയിട്ടുള്ള പ്രിൻറ്റ് വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ പോക്കറ്റ് 1 സൈഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അഫ്കോഴ്സ് 3 പീസ് ആയതുകൊണ്ട് തന്നെ ദുപ്പട്ടയും കൂടി ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. ദുപ്പട്ടയും ഇതുപോലെ തന്നെ ഒരു മൽമൽ കോട്ടൺ ടൈപ്പ് ആയിട്ടുള്ളതാണ്. മൽമൽ കോട്ടൺ അല്ല, പക്ഷെ മൽമൽ കോട്ടൺ ടൈപ്പ് ആ ഒരു സോഫ്റ്റ്നെസ് ഇതിലും കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു ദുപ്പട്ടയ്ക്ക് വിഡ്ത്ത് അതുപോലെ ലെങ്ത് ഒക്കെ നല്ല ലെങ്ത്തും വിഡ്ത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓവറോൾ ഈ ദുപ്പട്ടയുടെ സെയിം ഈ ഒരു പ്രിൻറ്റ് തന്നെയാണ് പാൻറ്റിന് പോകുന്നത്. അപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജ്. ഇത് ഇപ്പോൾ ഞാൻ സെയിലിൻ്റെ സമയത്താണ് മേടിച്ചത്. ഇപ്പോൾ ഏപ്രിലിൽ ഇപ്പോൾ നമുക്ക് 6th വരയ്ക്ക് സെയിൽ ഉണ്ടായിരുന്നു. ആ സെയിലിൻ്റെ സമയത്താണ് മേടിച്ചത്. ജസ്റ്റ് 600 ആ ഒരു റേഞ്ചിന് എനിക്ക് കിട്ടി കേട്ടോ. ഇപ്പോഴത്തെ റേറ്റ് എക്സാക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിങ്കിൽ കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ റേറ്റ് അതുപോലെ ഇതിൽ എത്രയൊക്കെ കളർ കോമ്പിനേഷൻ ഉണ്ടെന്ന് ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തേക്ക് എടുക്കാം. ഒരു സിംഗിൾ കുർത്തി നല്ല ആയിട്ടുള്ള ഷെയ്ഡ്, മുന്തിരിയുടെ കളർ എന്നൊക്കെ പറയുമ്പോൾ അതിൽ വർക്ക് എന്ന് പറയുമ്പോൾ യോക്കിൽ ഇങ്ങനെ നിറഞ്ഞെടുക്കുകയാണ്. എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് ഒക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ സ്ലീവ് ആണെങ്കിൽ അതിനേക്കാളും പ്രിറ്റി. ഫുൾ സ്ലീവ് എന്നും പറയാൻ പറ്റില്ല, 3/4 സ്ലീവിൽ ഇങ്ങനെ ഒരു പാച്ചിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ മെഷീൻ എംബ്രോയ്ഡറി ആണ്. പക്ഷേ ആ ഒരു കളർ കോമ്പിനേഷൻ നോക്കി, ആ മുന്തിരിയുടെ ഷെയ്ഡിൽ ഒരു ലൈറ്റ് പിങ്ക്, അതിൽ ആ ഒരു കളർ കോമ്പിനേഷൻ സൂപ്പർ. എന്തായാലും ലുക്ക് വൈസ് സൂപ്പറാണ്. നമുക്കതല്ലേ വേണ്ടത്, ആ റേറ്റ് കുറവിന് ലുക്ക് വൈസ് സൂപ്പർ. അപ്പോൾ ആ കാര്യത്തിൽ ഈ ഒരു കുർത്ത എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഇനി മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആണ്. സിൽക്ക് ബ്ലെൻഡ് മെറ്റീരിയലാണ്. സിൽക്ക് ബ്ലെൻഡ് എന്ന് കേൾക്കുമ്പോൾ ഉഷ്ണം കൂടുതൽ അങ്ങനത്തെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. പക്ഷേ അങ്ങനെയല്ല, സിൽക്ക് ബ്ലെൻഡ് മെറ്റീരിയൽ ആയാലും നമുക്ക് കുറച്ച് കംഫർട്ടബിൾ കൂടുതലാണ്. ഇനി ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജാണ്. ബ്രാൻഡ് വരുന്നത് വാമസിയാണ് കേട്ടോ. വാമസി ബ്രാൻഡിൻ്റെ ഒക്കെ ഒരുവിധം മേടിക്കാനൊക്കെ നല്ല കളക്ഷൻസ് കിട്ടാറുണ്ട്. അപ്പോൾ ഇത് സിംഗിൾ ഒരു കുർത്തിയാണ്. ഇതിൻ്റെ കൂടെ പാൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ കൊടുത്ത പൈസ അല്ലെങ്കിൽ അതിനുള്ള വേർത്ത് നമുക്ക് ഈ ഒരു കുർത്തി തരുന്നുണ്ട് കേട്ടോ. ഓവറോൾ റെക്കമെൻഡഡ് പീസ്. എങ്ങനെയുണ്ട് കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടത്? പിന്നെ നമ്മുടെ ഹോണസ്റ്റ് റിവ്യൂ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഹോണസ്റ്റ് റിവ്യൂ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അടുത്തിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ പറയാൻ പറ്റും. ഇതൊക്കെ എവിടെ നിന്ന് പർച്ചേസ് ചെയ്യണം അതും കൂടി അറിയണ്ട. നമുക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള സെപ്പറേറ്റ് ലിങ്ക്, പിന്നെ ഒറ്റയ്ക്കുള്ള ഒരു ലിങ്കും അതുപോലെ തന്നെ സെപ്പറേറ്റ് ലിങ്ക് ഏതിൽ കുത്തിയാലും ആമസോൺ സൈറ്റിലേക്ക് പോകും. സാധാരണ എങ്ങനെയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് അതുപോലെ തന്നെ പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.